സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആസ് യു തിങ്ക് സോ യു ബിക്കം എന്ന് പറയാറുണ്ട്. ഒരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് അവനായിത്തീരുന്നത്. നല്ലത് ചിന്തിച്ചാൽ ജീവിതത്തിലും നല്ലത് സംഭവിക്കുന്നു, മോശമായതാണ് ചിന്തിക്കുന്നതെങ്കിൽ മോശമായത് സംഭവിക്കുന്നു. തൻ്റെ ജയത്തിനും പരാജയത്തിനും കാരണക്കാർ ഓരോരുത്തരും തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നെഗറ്റീവ് സൈക്കിളിനെ ഇല്ലാതാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ഈ എപ്പിസോഡിൽ പോസിറ്റീവ് സൈക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ നമ്മെ വഴികാട്ടാനായി ബ്രഹ്മകുമാരീസ് കോഴിക്കോട് ശാഖയിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കുന്ന ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ നമ്മോടൊപ്പമുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നെഗറ്റീവ് സൈക്കിളിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡീകണ്ടീഷൻ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എന്തെല്ലാം കാര്യം ശ്രദ്ധിക്കണം, ഡീകണ്ടീഷൻ ദ മൈൻഡ്, അതേപോലെ നമ്മളെ ബിൽട്ടപ്പ് ആയിരിക്കുന്ന ചിന്തകളെ നമ്മൾ ചലഞ്ച് ചെയ്യണം, അതായത് ഇല്ലാതാക്കണം, പിന്നെ ആളുകളോട് ഇൻഡിവിജ്വലായിട്ട് നമ്മൾ അവർ ഉൾക്കൊള്ളണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോസിറ്റീവ് സൈക്കിൾ ഉണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒന്നാമത്തെ കാര്യം, നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ എണ്ണം കുറയ്ക്കണം, ഗുണം കൂട്ടണം. ഒന്ന് നമ്മളതിനെ വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് കാണാം, സാധാരണഗതിയിൽ ചിന്തകളുടെ എണ്ണം കൂടുന്നത് എപ്പോഴായിരിക്കും? നോർമലി നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് കൂടിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന സമയത്തൊക്കെയാണ് ചിന്തകൾ കൂടാറ്. കുറച്ചുകൂടി ഈസിയായി പറഞ്ഞാലുണ്ടല്ലോ, ദേഷ്യം വരെ എപ്പോഴാണെന്നറിയോ? മറ്റുള്ളവരെ കാര്യങ്ങൾ കാണുമ്പോൾ. സ്വന്തം കയ്യിൽ നിന്ന് തെറ്റ് പറ്റിയിട്ട് ആരും ദേഷ്യപ്പെടുന്നത് കാണാറില്ല. ശരിയാണ്. ആരോട് ദേഷ്യപ്പെടാനാണ്? നമ്മളോട് തന്നെ ദേഷ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന സമയത്താണ് നമുക്ക് ചിന്തകളുടെ എണ്ണം കൂടുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ മനുഷ്യന്മാരും ഓരോരുത്തരും അവനവൻ്റെതായിട്ടുള്ള ഗുണത്തോടും അവഗുണത്തോടും കൂടിയതായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ഒരാളെ നമുക്ക് വേണ്ടി അവരെ മാറ്റാൻ നമ്മൾ വിചാരിക്കരുത്. ഏതൊരു മനുഷ്യനും മാറ്റം വരുത്തേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. സ്നേഹം എന്നതിൻ്റെ അർത്ഥം അവർ നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. മാറ്റം വരുത്തരുതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും ഒരു കടുംപിടുത്തം എന്ന് പറയും നമ്മുടെ സാധാരണ ഭാഷയിൽ. നിങ്ങളങ്ങനെ മാറിയേ പറ്റൂ, നിങ്ങളിങ്ങനെ ചെയ്തേ പറ്റൂ, നിങ്ങളിങ്ങനെ ആയേ പറ്റൂ, നിങ്ങളിങ്ങനെ വന്നേ പറ്റൂ വിട്ടിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യൂ നിങ്ങൾ. എന്നിട്ട് അവരെന്താണോ ചെയ്യുന്നത്, എന്ത് മാറ്റം ഉണ്ടാവുന്നത്, ആ രീതിയിൽ അങ്ങ് അക്സെപ്റ്റ് ചെയ്തേക്കൂ. എന്നിട്ടും അവരെ മാറ്റം പൂർണ്ണമായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ മോട്ടിവേഷൻ. ഒരാൾക്ക് നമ്മളൊരു മാറ്റം വരുത്താൻ വേണ്ടി ഒരു പ്രേരണ കൊടുക്കുമ്പോൾ, ഒരു പ്രചോദനം കൊടുക്കുമ്പോൾ, ഒരു ശക്തി പകർന്നു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ച് മാറ്റം വരുന്നുണ്ട്, ബാക്കി മാറ്റം വന്നിട്ടില്ല എന്നുള്ളതിൻ്റെ അർത്ഥം അവർ മാറിയില്ല എന്നുള്ളതല്ല. അവർക്ക് സ്വയം മാറാനുള്ള ശക്തിയില്ല. അവർക്ക് നിങ്ങൾ കൊടുത്ത ശക്തിയുടെ അളവത്ര പോരാ എന്നർത്ഥം. കുറച്ചും കൂടെ കൊടുക്കാൻ തയ്യാറാവുക. ആ രീതിയിൽ ഒരാളുടെ തെറ്റുണ്ടാവുന്ന സമയത്ത് അതിനെ ഒന്ന് പറയരുതെന്നല്ല, പറയാതെ ആർക്കും മാറ്റാൻ പറ്റില്ലല്ലോ. എസ്പെഷ്യലി നമ്മളൊരു ടീം വർക്ക് ചെയ്യാമെന്ന് വിചാരിക്കൂ. ആ ടീമിൽ നമ്മളൊരു ഡ്യൂട്ടി ഉണ്ട്, ഓരോരുത്തരും അവനവൻ്റെ ഡ്യൂട്ടി ചെയ്യുന്നു. ഒരു കാര്യം തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തെറ്റിങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ ആർക്കും മാറ്റാനാവില്ല. തീർച്ചയായിട്ടും പറയണം. പക്ഷേ ശുഭഭാവനയോട് കൂടിയിട്ട് അവരാ തെറ്റ് തിരുത്തി മുന്നേറണം എന്നുള്ള ഭാവനയോട് കൂടിയിട്ടാണ് പറയുന്നതെങ്കിൽ. കാരണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കുഞ്ഞു മക്കളെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അമ്മമാർ അടിക്കാറുണ്ട്, ചീത്ത പറയാറുണ്ട്, ശാസിക്കാറുണ്ട്. ഈ ശാസിച്ച് അടി കെട്ടി കരയുന്ന കുട്ടി ആരെയാ പോയി കെട്ടിപ്പിടിക്കുന്നത്? അമ്മേനെ തന്നെയാണ്. അടിച്ചളാന്ന് പറഞ്ഞിട്ട് അമ്മേന്ന് മാറി പോവാണോ ചെയ്യുന്നത്? അമ്മയെ പോയി കെട്ടിപ്പിടിച്ച് കരയുക. എന്തുകൊണ്ടാണ്? അമ്മയുടെ മനസ്സിലെ ശുഭഭാവനയുടെ ശക്തിയാണ് നമുക്ക് അവിടെ പ്രകടമായിട്ട് കാണുന്നത്. ഇത് തന്നെയാണ് നമ്പർ 1 പ്രൂഫും. അപ്പം നമുക്ക് ഒരാൾക്ക് വേണ്ട കാര്യം തിരുത്തി കൊടുക്കാൻ പാടില്ലെന്നല്ല, നമ്മുടെ മനസ്സിനുള്ളിൽ ആ ശുഭഭാവനയുടെ ശക്തിയിലാണെങ്കിൽ അവർക്ക് ഒരുപക്ഷെ കുട്ടിയും വിഷമിക്കാറുണ്ട്, കരയാറുണ്ട്. അതുപോലെ തത്സമയം അവർക്ക് വിഷമം തോന്നിയേക്കാം, പക്ഷെ അവരുള്ള തിരുത്ത് ഉണ്ടാകും. തിരുത്തുന്ന സമയത്ത് ഇൻഡിവിജ്വലായിട്ട് തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഇങ്ങനെ മറ്റൊരാളുടെ തെറ്റ് കാണുന്ന സമയത്ത് അവരോട് ഈ രീതിയിൽ നമ്മുടെ മനസ്സിൽ നിന്ന് സ്നേഹത്തിൻ്റെ ശക്തിയിലാണ് തിരുത്തെങ്കിൽ അവർക്ക് തിരുത്താനും നമ്മുടെ കൂടെ വരാനും സാധിക്കും. അതേസമയം അവർ തിരുത്തണം, ഞാൻ പെർഫെക്റ്റാണ്, അവർ ഇംപെർഫെക്റ്റാണ് എന്നുള്ള വിചാരത്തോട് കൂടിയിട്ടാണ് നിങ്ങൾ തിരുത്താൻ പോകുന്നതെങ്കിൽ അവർക്കത് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുമ്പോഴാണ് നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ എണ്ണം
കൂടുന്നത്. അപ്പോൾ ആ ഇടപെടുന്നതിനേക്കാൾ മുന്നേ ഏത് വിധത്തിലായിരിക്കണം ഞാനതിൽ ചെയ്യേണ്ടത്, എത്രത്തോളം എനിക്കതിൽ ഇൻവോൾവ്മെൻറ്റ് വേണം, എത്രത്തോളം എനിക്ക് അവിടുന്ന് ഡിറ്റാച്ച്മെൻറ്റ് വേണം എന്നുള്ള തരം തിരിവോടുകൂടി വേണം നമ്മളൊരു കാര്യത്തിൽ ഇടപെടാനായിട്ട്. ഇടപെടേണ്ടടുത്ത് മാത്രം ഇടപെടുക, അല്ലാത്തടത്ത് ഇടപെടാതിരിക്കുക, ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. ഒരു നമ്പർ 1 ലീഡറുടെ ക്വാളിറ്റി അത് തന്നെയാണ്. ഒരു സ്ഥലത്ത് നമുക്ക് എവിടെ പ്രവർത്തിക്കണം എന്നുണ്ടോ അവിടെ പ്രവർത്തിക്കുകയും പ്രവർത്തിക്കേണ്ടാത്ത സ്ഥലത്ത് പൂർണ്ണമായിട്ട് വിഡ്രോ ചെയ്ത് നമ്മുടെ ലോകത്ത് നമുക്ക് ജീവിക്കാനും സാധിക്കണം. അതിന് നമുക്കൊരു ലോകം വേണ്ടേ? ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ, അവർക്ക് മറ്റുള്ളവരുടെ കാര്യങ്ങളിലേ താല്പര്യം ഉണ്ടാവുള്ളൂ. അവരെന്താ ചെയ്യണത്, ഇവരെന്താ ചെയ്യണത്. ഇപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ടീമാണെങ്കിലും അവിടെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ ചെവി അവിടേക്ക് പോയി അവരെന്താ പറയണമെന്ന് നോക്കി അത് ഇവരോട് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള രോഗം ഉണ്ടാവില്ല, അവർക്ക് ചിന്തിക്കാനായിട്ടുള്ള ഫാക്ടർ ഉണ്ടാവില്ല, അവർക്ക് ആലോചിക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ല, അവർക്ക് ആനന്ദിക്കാനുള്ളതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കാലിബറും ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും? എപ്പോഴും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് സ്വന്തം ലോകത്ത് ജീവിക്കാൻ നമ്മൾ പഠിച്ചാൽ നമുക്ക് നമ്മുടെ മനസ്സിലെ ചിന്തകളുടെ എണ്ണം കുറയ്ക്കാൻ പറ്റും. വേണോ നമ്മുടെ സഹായം വേണോ, ഹെൽപ്പ് വേണോ, നമ്മൾ അവർക്ക് ഉപയോഗിക്കേണ്ടത് ആവശ്യമുണ്ടോ, സഹായിക്കാൻ വേണ്ടി 100% റെഡി. അതർവൈസ് കീപ് ക്വൈറ്റ്. നമ്മുടെ ലോകത്ത് കീപ് ക്വൈറ്റ് എന്ന അർത്ഥം ഇരുന്ന് ഒബ്സർവേഷൻ അല്ല. പലരും അങ്ങനെയും ചെയ്യാറുണ്ട്. കാണട്ടെ അവരെങ്ങനെയാണ് ചെയ്യണം എന്നിട്ട് നോക്കാം, അങ്ങനെയല്ല. വേണമെങ്കിൽ ഞാൻ ചെയ്യാൻ റെഡിയാവുന്നു. അതർവൈസ് എൻ്റെ ലോകത്ത് എനിക്കിരിക്കാൻ കഴിയണം. ബെനിഫിറ്റ് എനിക്ക് തന്നെയാണ്. എൻ്റെ ഉള്ള ചിന്തകളുടെ എണ്ണം എനിക്ക് കുറയ്ക്കാൻ കഴിയും. പിന്നെ ഇഷ്ടാനിഷ്ടങ്ങളുടെ എണ്ണം കുറയ്ക്കുക. ഒരുപാട് ഇഷ്ടങ്ങൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടമുണ്ടോ അതിൻ്റെ കൂടെ തന്നെ ആരും വന്നുകൊണ്ടിരിക്കും, അനിഷ്ടം വന്നുകൊണ്ടിരിക്കുക. എനിക്ക് അവരുടെ കൂടെ പ്രവർത്തിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് ഇവരുടെ കൂടെ പ്രവർത്തിക്കാൻ ഇഷ്ടമല്ല, എനിക്ക് അവരെ ഇഷ്ടമല്ല, ഇവരെ ഇഷ്ടമല്ല, എനിക്ക് ആ ആഹാരം ഇഷ്ടമല്ല, ഈ സ്ഥലം ഇഷ്ടമല്ല, ഈ ഡ്രസ്സ് ഇഷ്ടമല്ല. മനുഷ്യന്മാർ കൊച്ചു കൊച്ചു കാര്യങ്ങളായിട്ട് എത്ര ഇഷ്ടാനിഷ്ടങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി വെക്കാമെന്നറിയോ? ആ ഇഷ്ടാനിഷ്ടങ്ങൾ ലിസ്റ്റൊക്കെ സ്വന്തം സ്റ്റാറ്റസ് ആയിട്ട് കണക്കാക്കുന്ന ആളുകളാണ് ഈ ലോകത്ത് ഞാൻ കാണുന്ന ഒരുപാട് പേര്. അതുകൊണ്ട് അത് സ്റ്റാറ്റസ് അല്ല, നമ്മുടെ സ്റ്റാറ്റസിനെ താഴ്ത്തുന്ന സാധനമാണ്. അതുകൊണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുടെ എണ്ണം വേണ്ടെന്നൊന്നും ഞാൻ പറയില്ല. എനിക്കും ഇഷ്ടമില്ല ചില ആഹാരങ്ങൾ കഴിക്കാൻ, തീർച്ചയായിട്ടും ഉണ്ട്. എന്ന് കരുതി ഇന്ന ആഹാരം കിട്ടിയിട്ടില്ലെങ്കിൽ ആ ആഹാരത്തിൻ്റെ രുചി കുറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിൽ ചിന്ത ഒരിക്കലും എന്നെ ഡിസ്റ്റർബ് ചെയ്യാറില്ല. ഒരാളുകളുടെ കൂടെ പ്രവർത്തിക്കാനുള്ള ഇഷ്ടം എനിക്കും ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് ഹാപ്പിനെസ് ഇവരെ കൂടെ കിട്ടും. നമുക്കൊന്നിച്ച് ഒരേ ചിന്താധാരയാണ്, ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന് റിസൾട്ട് കൂടുതൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഐ ആം ഹാപ്പി വിത്ത് ദാറ്റ്. പക്ഷേ അതിനർത്ഥം വേറൊരാളെ കൂടെ പ്രവർത്തിക്കുമ്പോൾ എനിക്ക് അവരെ കൂടെ ആവില്ല എന്നല്ല. അവരെ കൂടെ പ്രവർത്തിക്കുമ്പോൾ ഞാൻ ഹാപ്പി ആവാറുണ്ട്. ചിലയിടത്തുനിന്ന് നമുക്ക് നമ്മുടെ കൊടുക്കേണ്ടി വരേക്കാം, ചിലയിടത്ത് നമുക്ക് കിട്ടുമായിരിക്കും. കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ഒരുപോലെ റിലേഷൻസിലെ ഹാപ്പിനെസ് കീപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അത്തരത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളുടെ എണ്ണം അത് വേഷത്തിലാണെങ്കിലും അതല്ല സ്ഥലത്തിലാണെങ്കിലും നമ്മുടെ വർക്കിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇഷ്ടാനിഷ്ടങ്ങളുടെ എണ്ണം നമ്മൾ കുറയ്ക്കേണ്ടത് ആവശ്യമാണ്. ഇഷ്ടാനിഷ്ടങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിലെ തോട്ട്സിൻ്റെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മൾ പറയില്ലേ, എന്തിനാണ് മൂക്ക് എല്ലാത്തിലും പൊട്ടിട്ടെന്ന് ചോദിക്കില്ലേ? അതേപോലെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കണം നമ്മൾ. അത് കണ്ട് കേൾക്കുന്ന ആസ്വദിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മളുള്ളിൽ ഒരുപാട് തോട്ട്സ് ഉണ്ടാക്കും. അത് എഫക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാംസ് ആണെങ്കിൽ അനാവശ്യമായിട്ടും അത് കണ്ട് നമ്മൾ തോട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുത്ത്, പഠിക്കാനുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുത്ത്, ലൈഫിൽ നേട്ടം ഉണ്ടാവാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തെടുത്ത് നമ്മുടെ മനസ്സിന് ഡസ്റ്റ് ബിന്നാക്കാതെ വേണ്ട സാധനങ്ങൾ കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെത്താൻ അവിടെ നിന്ന് തോട്ട്സിൻ്റെ എണ്ണം കുറയാൻ തുടങ്ങും, ഗുണം കൂടാൻ തുടങ്ങും. പിന്നെ ഗുണം കൂട്ടാൻ വേണ്ടിയുള്ളതായിരിക്കുന്ന മെത്തേഡാണ് മെഡിറ്റേഷൻ. ഞാൻ അതിനെ ചോദിക്കാൻ വിചാരിക്കുന്നത്. കാര്യം ഒരുപാട് ആളുകൾ പലപ്പോഴും പല ഉപദേശങ്ങൾ തരാറുണ്ട്. നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്, ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഒഴിവാക്കണം, ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം ചെയ്യാനാണെങ്കിലും ഒഴിവാക്കാനാണെങ്കിലും ഇത് രണ്ടിനും വേണ്ടത് നമുക്ക് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല, ഒഴിവാക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. പക്ഷെ രണ്ടും ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷൻ ഒരുപാട് മനുഷ്യന്മാർക്ക് ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കള്ള് കുടിക്കാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ പോലും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ശീലം കൊണ്ട് ചിലപ്പോൾ കള്ള് കുടിക്കാൻ പോകുന്നുണ്ട്. അതൊരു ശീലം കൊണ്ട് അവർക്ക് മാറ്റാൻ സാധിക്കുന്നില്ല, അഡിക്റ്റഡ് ആകും. അതേപോലെ മനസ്സിൻ്റെ ഓരോ കാര്യങ്ങളും ഇതുപോലെ തന്നെയാണ്. ഏതൊരു ചെറിയ ശീലം പോലും നമുക്ക് മാറ്റാൻ ചിലപ്പോൾ റിസ്ക് ആവുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും സൂക്ഷ്മമായ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ തീർച്ചയായും നമുക്ക് അതിനൊരു ശക്തി വേണം.
അതിനെന്താണ് ഒരു സൊല്യൂഷൻ എന്നതാണ്. അപ്പോൾ അതിന് മെഡിറ്റേഷനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മെഡിറ്റേഷൻ അതിന് സഹായിക്കുന്നത്, മെഡിറ്റേഷനിലൂടെ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് എന്നൊന്ന് സിസ്റ്റർ എക്സ്പ്ലെയിൻ ചെയ്തു തരാമോ? തീർച്ചയായിട്ടും. ഞാൻ ഇന്നത്തെ നമ്മുടെ ഭാഗമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് വളരെ ചുരുക്കത്തിൽ മെഡിറ്റേഷനെ കുറിച്ച് പറഞ്ഞു തരാം. എനിവേ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ എൻഡിൽ മെഡിറ്റേഷനെ കുറിച്ച് തന്നെ ഡീറ്റെയിൽ ആയിട്ടൊരു ചാപ്റ്റർ കൂടെ നമ്മൾ വെക്കുന്നുണ്ട്. ബിക്കോസ് അതാണ് ഇതിൻ്റെ നമ്മുടെ എല്ലാത്തിനെയും ഒരു സൊല്യൂഷൻ. കാരണം ഒരു പാത്രത്തിൻ്റെ ഒരു മെറ്റലിൻ്റെ സ്ട്രെങ്ത് ആണല്ലോ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല, ഒരു മെറ്റലിൻ്റെ സ്ട്രെങ്ത് ആണ് അത് എത്ര ടെമ്പറേച്ചർ അതിന് പിടിച്ച് നിൽക്കാൻ പറ്റുന്നതിൻ്റെ ആധാരം. എന്നിരുന്നാൽ പോലും നമ്മളെ വിശകലനം ചെയ്യാൻ വേണ്ടി നമ്മൾ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിലൂടെ പോകുന്നുണ്ടെങ്കിലും ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അതുകൊണ്ട് ലാസ്റ്റ് കുറച്ചുകൂടെ വിശദമായിട്ട് നമ്മളതിനെക്കുറിച്ച് പഠിക്കും. എന്നിരുന്നാലും ഇന്നത്തെ നമുക്ക് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായിക്കൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും യോഗ എന്നുള്ള ശബ്ദം മെഡിറ്റേഷൻ എന്നുള്ളതിനേക്കാൾ, അത് പറഞ്ഞ് മെഡിറി എന്നൊരു ശബ്ദത്തിൽ നിന്ന്, ലാറ്റിൻ വേർഡ് നിന്നാണ് മെഡിറ്റേഷൻ ഉണ്ടാവുന്നത്. മെഡിറി മീൻസ് ടു ഹീൽ എന്നാണ് അർത്ഥം. അപ്പം മനസ്സിനെ സുഖപ്പെടുത്താൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന വിദ്യ, അതാണ് മെഡിറ്റേഷൻ. അതിന് കുറച്ചും കൂടെ നമ്മുടെ ഭാരതീയ വേർഷൻ എടുത്ത് നോക്കിയാൽ യോഗ എന്ന് പറയും. യോഗ എന്ന് വെച്ചാൽ അർത്ഥം ബന്ധം അല്ലെങ്കിൽ കണക്ഷൻ എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ നമ്മൾ ബന്ധം സ്ഥാപിക്കണം, പക്ഷേ മനുഷ്യന്മാരായിട്ടല്ല. നമുക്ക് നഷ്ടപ്പെട്ടു പോയതായിട്ടുള്ള ബന്ധം ആദ്യം നമ്മൾ അവനവനോടുള്ള ബന്ധമാണ്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ശബ്ദം എന്തുകൊണ്ട് ഇൻഡ്യൂഷൻ നമുക്ക് കിട്ടുന്നില്ല? എൻ്റെ ശബ്ദം ഞാൻ കേൾക്കാത്തത് കൊണ്ട്. എൻ്റെ മനസ്സിലെ ചിന്ത എന്തെന്ന് ഞാൻ കാണുന്നു പോലുമില്ല. വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ചിന്ത കടന്നു പോകുന്നു. എൻ്റെ മനസ്സിലെ ചിന്ത എന്തെന്ന് പോലും ഞാൻ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന പോലുമില്ല. എന്ത് ചിന്ത വരുന്നു, എന്താണ് ഉള്ളിൽ നടക്കുന്ന കാര്യം, ഉള്ളിലത്തെക്കുറിച്ച് നമ്മൾ നോക്കുന്നേ ഇല്ല. നമ്മളെ കണ്ണ് മുഴുവൻ പുറത്തേക്ക് മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉള്ളിലെ ശബ്ദം കേൾക്കാതായി പോയതും നമ്മളുമായി നമുക്കുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. നമ്മളെ അറിയണം. അതിനാദ്യം നമ്മളെ അറിയാൻ വെച്ചാൽ അർത്ഥം എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണ്, എൻ്റെ ഉള്ളിൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയുണ്ട്, ആ വഴിക്ക് ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് വരാൻ സാധ്യതയുള്ളതായിരിക്കുന്ന ത്രെറ്റ് അഥവാ തടസ്സങ്ങൾ എന്തൊക്കെയാണ്. അതെ, ഇത് നമ്മൾ വിശദമായിട്ട് വേറൊരു ദിവസം കാണും, ഇതിനെക്കുറിച്ച് അറിയാം. ഇതൊക്കെ പറയുമ്പോൾ ഞാൻ വേറൊരു പരമമായിരിക്കുന്ന സത്യം കൂടിയുണ്ട്, അത് നമുക്ക് ഉൾക്കൊണ്ടേ പറ്റൂ. ഞാനെന്ന് പറയുന്ന ഈ ഒരു ഫിസിക്കലായിരിക്കുന്ന ഓർഗൻ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളതായിട്ടുള്ള ചൈതന്യമായൊരു ശക്തിയുണ്ട്. ഒരു മൊബൈലിൽ എങ്ങനെയാണ് അതിൻ്റെ സിമ്മും ആ മൊബൈലിൻ്റെ ബോഡിയും പോലെ, ഒരു കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിലെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും പോലെ ഈ ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടൊരു സോഫ്റ്റ്വെയർ, ഈ ദേഹം ഒരു ഹാർഡ്വെയർ. അപ്പോൾ ഈ ശരീരമാകുന്ന ഹാർഡ്വെയറിൻ്റെ ഉള്ളിലെ സോഫ്റ്റ്വെയറിലാണ് ഈ മൈൻഡും ഇൻ്റലക്റ്റും സബ് കോൺഷ്യസ് മൈൻഡും എല്ലാം ഉള്ളത്. അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന പേരാണ് സ്പിരിച്വൽ ലാംഗ്വേജിൽ ആത്മാ എന്ന് വിശേഷിപ്പിക്കുന്നത്. ആധ്യാത്മിക ഭാഷയിൽ, തത്വശാസ്ത്രത്തിൻ്റെ ഭാഷകളിൽ പലരും ആത്മാ എന്ന് പറയുന്നവരുണ്ട്. സയൻസിൻ്റെ ഭാഷയിൽ അവർ പറയുന്നുണ്ട് ഇതിനുള്ളതായിട്ടുള്ള ഊർജം എന്ന് പറയുന്നവരുണ്ട്, എനർജിയായി പറയുന്നുണ്ട്. ഏത് പേരിട്ട് വേണമെങ്കിൽ വിളിച്ചോളൂ. പക്ഷേ എന്നാലും ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഭാഷയിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഞാനെന്ന് പറയുന്ന ആത്മാ ഈ ശരീരമാകുന്ന ഇൻസ്ട്രുമെൻറ്റിലൂടെ പ്രവർത്തിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ മനസ്സിനെയും എൻ്റെ ബുദ്ധിനെയും എൻ്റെ ഭാവത്തിനെയും ഭാവനേനെയും ഒക്കെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നത്. വിത്തൗട്ട് ബോഡി എനിക്കൊന്നും ചെയ്യാനാവില്ല. വിത്തൗട്ട് ബോഡി എനിക്കൊന്നും ചെയ്യാനാവില്ല. അതേസമയം ഈ ബോഡിക്ക് ഒറ്റയ്ക്കും ഒന്നും ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് ഈ ശരീരത്തിനുള്ള ചൈതന്യ ശക്തിയായിരിക്കുന്ന ഞാൻ ആത്മാവാന്നുള്ള കാര്യം തിരിച്ചറിയുക, അതിനെ അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുക. അതാണ് മെഡിറ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ്. അതുപോലെ തന്നെ ഈശ്വരൻ, ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാൻ പോയാൽ ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നതായിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഭഗവാൻ. പിന്നെ നമുക്ക് വിശദമായി സംസാരിക്കാം. എന്തായാലും ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ട്, ഗോഡ് ഈസ് ലൈറ്റ് എന്നാണ് ക്രൈസ്റ്റ് പറഞ്ഞു തരുന്നത്. അല്ലാഹെക്കു നൂർ ഹെ നൂറേ ഇലാഹി എന്ന് വെച്ചാൽ അല്ലാഹു പ്രകാശമാണ്, ഇസ്ലാം ധർമ്മം പഠിപ്പിക്കുന്നുണ്ട്. ശിവൻ എന്ന് പറയുന്ന സമയത്ത് ജ്യോതിസ്വരൂപൻ, ജ്യോതിർലിംഗം, ശിവലിംഗം എന്ന് ഹിന്ദുധർമ്മം പറയുന്നുണ്ട്. പിന്നെ ഈശ്വരൻ നന്മയുടെ വെളിച്ചമാണ് എന്ന് ബുദ്ധധർമ്മവും ജൈനധർമ്മവും പറയുന്നുണ്ട്. സച്ചിത്തോങ്കാര നിരാകാരം എന്ന് സിഖ് ധർമ്മം പറയുന്നുണ്ട്. മീൻസ് ഓൾമോസ്റ്റ് നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാ ധർമ്മപിതാക്കന്മാരും നമ്മളെ പഠിപ്പിച്ച പരമമായ സത്യം ഈശ്വരൻ പ്രകാശമാണ്. അപ്പോൾ നമുക്ക് മെഡിറ്റേഷൻ ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡ്, ഞാനെന്ന് പറയുന്നത് എൻ്റെ ഉള്ളിലതായിരിക്കുന്ന ചൈതന്യം, ആ പ്രകാശം, ആ പരമപ്രകാശവുമായിട്ടുള്ള ഒത്തുചേരൽ. ആ ഒരു മെഡിറ്റേഷൻ്റെ പദ്ധതിയാണ് നമ്മൾ രാജയോഗ മെഡിറ്റേഷനിലൂടെ ഉപയോഗിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്.
എന്ന് വെച്ചാൽ അർത്ഥം ദിവസത്തിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മൗനം വേണം. ദിവസത്തിൽ കുറച്ച് സമയം സൈലൻസ് നിർബന്ധമായിട്ടും. രാവിലെ 1 മണിക്കൂർ മിനിമം മൗനം. എഴുന്നേറ്റ ശേഷം ഉടനെ തന്നെ സോഷ്യൽ മീഡിയ രാവിലെ ഉണ്ടല്ലോ, ഞാൻ പലപ്പോഴും ആളുകൾ കാണാം ഉറങ്ങുന്ന സമയത്ത് ഈ വീഡിയോ കണ്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും നോക്കി, മെയിൽ നോക്കി, മൊബൈൽ അപ്പുറത്ത് കട്ടിലുമ്മ വെച്ചിട്ട് ഇവിടെ കിടന്നുറങ്ങും. ആ കിടക്കൽ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ തൊട്ടടുത്ത ടേബിളിലുണ്ടായിരിക്കും. ഉണർന്ന വശം അലാം അടിക്കുന്നത് മൊബൈലാണല്ലോ. മൊബൈലെടുത്ത് അലാം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നോക്കി എന്തെങ്കിലും മെയിൽ വന്നോ, മെസ്സേജ് വന്നോ, വാട്സപ്പ് വന്നോ, ഇതൊക്കെയായി മാറി ഇന്നത്തെ ലോകത്തെ മനുഷ്യന്മാരുടെ അവസ്ഥ. അവിടെ നമ്മൾ മൗനം മുറിച്ചു. ഈ വായ കൊണ്ടും മൗനമായിരിക്കുന്ന സങ്കല്പങ്ങളിലെ മൗനം, ചിന്തകളിലെ മൗനം. അതുകൊണ്ട് പ്രഭാതത്തിൽ ഉണർന്നാൽ ആദ്യം തന്നെ സം പോസിറ്റീവ് അഫർമേഷൻസ്. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത്, അതായത് ഒന്നും നിങ്ങൾ മറ്റൊരു പ്രത്യേകിച്ച് തോട്ടും ഇല്ലെങ്കിൽ, ഐ എം എ പീസ്ഫുൾ പ്യുവർ സോൾ, ഞാനെന്ന ശാന്തസ്വരൂപാത്മ, ഞാൻ എൻ്റെ ഒറിജിനലായിരിക്കുന്ന വ്യക്തിത്വത്തെ അകക്കണ്ണുകൊണ്ട് കാണാൻ എന്ന് കണ്ടുകൊണ്ട് നമ്മളുടേതായിട്ടുള്ള ഇന്നർ പീസ് അഥവാ ഇന്നർ സൈലൻസിനെ ഒബ്സർവ് ചെയ്യാൻ. എന്നിട്ട് ആ ഒരു അവസ്ഥയ്ക്ക് ശേഷം വേണം നമ്മൾ ഈ ബോഡി കോൺഷ്യസിൽ പോലും നമ്മുടെ കാലിലേക്ക് താഴ്ത്തി വയ്ക്കാൻ പോലും. എഴുന്നേറ്റ ഉടനെ ഫസ്റ്റ് ബെഡിലിരുന്ന് ചെയ്യേണ്ട കാര്യമാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ആ ഹൈലി പവർഫുള്ളായിരിക്കുന്ന പോസിറ്റീവ് എനർജീനെ ആക്ടിവേറ്റ് ചെയ്യുക. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഉണർന്ന ഉടനെയുള്ള പോസിറ്റീവ് അഫർമേഷൻസ് ചെയ്യണമെന്ന് പറയുന്നത്. നമ്മൾ ബ്രഹ്മകുമാരീസിലുള്ള ആൾ ചെയ്യുന്നത്, ഞാൻ ചെയ്യുന്ന കാര്യം, ഞാൻ ഉണർന്ന ഉടനെ ഒന്നുകിൽ ഞാൻ മാസ്റ്റർ പവിത്ര സൂര്യൻ, അല്ലെങ്കിൽ ഞാൻ മാസ്റ്റർ സർവശക്തിവാൻ, അല്ലെങ്കിൽ ഞാൻ പീസ്ഫുൾ പ്യുവർ സോൾ, ഇങ്ങനെയുള്ളതായിരിക്കുന്ന പോസിറ്റീവ് അഫർമേഷൻസ് ആ സമയത്ത് അതിനെ ഫീൽ ചെയ്യും, അതിനെ വിഷ്വലൈസ് ചെയ്യും, അതിനെ എക്സ്പീരിയൻസ് ചെയ്യും, ഭഗവാന്റെ സാമീപ്യത്തെ കാണും, ഈശ്വരനെ കണി കൊണ്ട് ഉണരും. മനുഷ്യന്മാരെ കണി കാണാറില്ല. പിന്നെ ആരെ കണ്ടാലും ആ കാഴ്ച രണ്ടാമത്തെ കാഴ്ചയാണ്. ഉണർന്ന ഉടനെ ഫസ്റ്റ് കണി കാണുന്നത് ഭഗവാനെ കാണും. മനസ്സുകൊണ്ട് ഈശ്വരനോട് സംസാരിക്കുന്നതോടുകൂടി മനസ്സ് പൂർണ്ണമായിട്ട് ശാന്തവും ആ ശക്തി നമുക്ക് അനുഭവമാവും. ഇങ്ങനെ പ്രഭാതത്തിലെ സമയം അത്തരത്തിൽ അവനവനോടുകൂടി മൗനം ഒബ്സർവ് ചെയ്യാൻ വേണ്ടി എല്ലാവരും കണ്ടേ പറ്റൂ, നിർബന്ധമാണിത്. ഇതിൽ ഓപ്ഷനൊന്നുമില്ല. ഇതിൽ ഓപ്ഷൻ മീൻസ് നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം സ്ട്രെസ്സിലേക്ക് വിട്ടുകൊടുക്കാന്നാണ്. ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് ആ സമയമാണ്, ഫസ്റ്റ് ഉണരുന്ന സമയം. അതെ, ഉണർന്ന സമയത്ത് കുറച്ച് സമയം മൗനം ഒബ്സർവ് ചെയ്യാനും, അത് കഴിഞ്ഞ ശേഷം അവനവൻ്റെ പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് കുറച്ച് സമയം വായിക്കാൻ, കുറച്ച് സമയം പഠിക്കാൻ, കുറച്ച് പോസിറ്റീവ് തോട്ട്സ് നമ്മുടെ സ്വന്തമാക്കി നമുക്ക് സ്വീകരിക്കാൻ, അതിനെക്കുറിച്ച് ആലോചിച്ച് 2 വരി എഴുതാൻ. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രഭാതത്തിലെ സമയം ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരെ ഞാൻ ഈ ലോകത്ത് പലരെക്കുറിച്ചും വായിച്ചു, പഠിച്ചു, അറിഞ്ഞു. ലോകത്ത് സക്സസ്ഫുൾ എന്ന് പറയുന്ന 99% ആളുകളും ഈ ഒരു സ്വഭാവത്തെ കൊണ്ടുവന്നവരാണ്. അതുകൊണ്ട് ജീവിതത്തിൽ വിജയം വേണമെങ്കിൽ, സ്വന്തം മനസ്സിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യണമെങ്കിൽ, സങ്കല്പത്തിൻ്റെ എണ്ണം കുറച്ച് ഗുണം കൂട്ടണമെങ്കിൽ, അതിൻ്റെ ദിശയെ നമ്മുടെ നിയന്ത്രണത്തിലാക്കണമെങ്കിൽ എല്ലാം ആവശ്യമാണ് പ്രഭാത സമയത്തെ മൗനം മെഡിറ്റേഷൻ. തീർച്ചയായും വളരെ അറിവ് നൽകുന്ന, അല്ലെങ്കിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ജ്ഞാനമായിരുന്നു സിസ്റ്റർ എന്ന് തന്നത്. ശരിക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഇന്നത്തെ ലോകത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എല്ലാവരും എഴുന്നേറ്റ ഉടനെ സോഷ്യൽ മീഡിയയിലേക്കാണ് കണ്ണോടിക്കുന്നത്. അപ്പം ഈ അതിൽ അവർക്ക് നഷ്ടപ്പെടുന്ന ആ സമയം, അമൂല്യമായ സമയം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ മെസ്സേജിലൂടെ നമ്മൾ കൊടുക്കുന്നത്. ഞാനും ഒരുപാട് ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഈ കാര്യങ്ങളൊക്കെ. എനിക്ക് വളരെ ഉപകാരപ്രദമായൊരു, ലൈഫിൽ ഒരുപാട് ഉപകാരപ്രദമായൊരു മെത്തേഡായിരുന്നു അത്. ഈ നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും സിസ്റ്ററുടെ ഈ മെസ്സേജ് വളരെയധികം ഉപകാരപ്രദമാകും. അതിൻ്റെ കാര്യം, അതിൻ്റെ കാരണം, എന്തുകൊണ്ട് എന്നൊക്കെ സിസ്റ്റർ വളരെ വിശദമായി പറഞ്ഞു തന്നു. അതിന് ഒരുപാട് നന്ദി. ഓം ശാന്തി. ഓം ശാന്തി. മനുഷ്യ മനസ്സിലെ നെഗറ്റീവ് സൈക്കിളിനെ എങ്ങനെ ഇല്ലാതാക്കാം അഥവാ ബ്രേക്ക് ചെയ്യാം, കൂടാതെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചിന്തകളുടെ ഗുണത്തെ കൂട്ടാനും എണ്ണം കുറയ്ക്കാനും എന്ത് ചെയ്യാം എന്നതിനെക്കുറിച്ചെല്ലാം നമ്മളിന്ന് ചർച്ച ചെയ്തു. കൂടാതെ ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ കാര്യങ്ങളുണ്ട് അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ, അതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. ഈ ചർച്ച നമുക്ക് വീണ്ടും തുടരാം. അടുത്ത എപ്പിസോഡിൽ പുതിയ ചർച്ചകളിലൂടെ കടന്നു പോകുന്നതിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾ സാദരം ക്ഷണിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം.